ഏതോ തെറ്റിദ്ധാരണയുടെ വേനൽ ചൂടിൽ കരിഞ്ഞുപോയ സ്നേഹപ്പൂക്കൾ ഇന്നും ഞാൻ അവ സൂക്ഷിക്കുന്നുണ്ട്. ഒരു പുതുവർഷം തുടങ്ങുമ്പോൾ നിനക്ക് ഒരു പൂക്കൂട നിറയെ 1 കോടി പുതുവത്സരാശംസകൾ. തീർച്ചയായും എൻ്റെ പ്രേക്ഷകർ അന്വേഷിക്കുന്നുണ്ടാവും. കാരണം ഇതുവരെയുള്ള അതീന്ദ്രിയത്തിൻ്റെ എല്ലാ എപ്പിസോഡുകളിൽ നിന്നും മാറി എന്തിനാണ് ഈ അവതാരകൻ ഇങ്ങനെ ചില വിഷയങ്ങൾ ഇങ്ങനെ മറ്റൊരു സബ്ജക്റ്റിലേക്ക് മാറിയതെന്ന്. തീർച്ചയായിട്ടും അതീന്ദ്രിയത്തിന് ഒരൊറ്റ ഫോർമാറ്റ് മാത്രമേ ഉള്ളൂ. അതിൽ കൂടെ തന്നെയാണ് നാം ഊളിയിടുന്നതും നീന്തുന്നതും കടന്നു പോകുന്നതും. പക്ഷേ ഇന്നത്തെ അതീന്ദ്രിയത്തിൻ്റെ എപ്പിസോഡിനുള്ള പ്രത്യേകത, ഇന്ന് തൻ്റെ അതീന്ദ്രിയമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ വന്നിരിക്കുന്ന വ്യക്തിക്ക് ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ എനിക്കറിയാത്ത ഈ പ്രണയ ലോകവുമായി തെറ്റിദ്ധരിക്കേണ്ട, എനിക്ക് എൻ്റെ കാലയളവിൽ എൻ്റെ അറിവിൽ പ്രണയിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ പ്രണയിക്കാൻ അറിയാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പശ്ചാത്താപ വിവശനായി സംസാരിച്ചത്. ഞാൻ തിരികെ വരികയാണ്. തീർച്ചയായിട്ടും ഇന്ന് വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നിങ്ങളുടെ പ്രിയപ്പെട്ട അതിഥിക്ക് അദ്ദേഹത്തിന് പ്രണയമുണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ പ്രണയ സങ്കല്പങ്ങൾ, കാൽപ്പനിക സങ്കല്പങ്ങൾ ഉറഞ്ഞു കൂടുന്ന ഒരു മഹാലോകവുമായി ബന്ധമുള്ള ചിറമംഗലം എന്നറിയപ്പെടുന്ന ശിവദാസാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. ചിറമംഗലം ശിവദാസ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വളരെ പ്രത്യക്ഷീകരിച്ച് നിൽക്കുന്ന വ്യക്തികൾക്ക് ശിവദാസിനെ അറിയാമെങ്കിലും അറിഞ്ഞുകൂടാ എന്ന് ഭാവിക്കുന്നുണ്ടാകും. കാരണം ശിവദാസ് ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. തനിക്ക് തൻ്റെതായ ഒരു ലോകമാണെന്നും തൻ്റെതായ ലോകത്ത് ഒതുങ്ങി നിന്നുകൊണ്ട് താൻ തന്നിലൂടെ മുന്നേറുകയാണെന്നും വിശ്വസിക്കുന്ന ചിറമംഗലം ശിവദാസ് നിരവധി മലയാള ചലച്ചിത്രങ്ങൾക്ക് വരികൾ കുറിച്ചിട്ടുള്ള ആളാണ്. എന്ന് പറഞ്ഞാൽ ഗാനം രചിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം വളരെ പ്രശസ്തമായ പുഷ്യരാഗം എന്ന് പറയുന്ന ചിത്രമാണ്. ഞാൻ ചലച്ചിത്ര ലോകത്തിന് ശിവദാസ് നൽകിയ സംഭാവനകളെ കുറിച്ചല്ല പറയുന്നത്. തുടർന്ന് ഞാൻ അദ്ദേഹവുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വേളയിൽ, അദ്ദേഹവുമായി സംസാരിച്ച് തുടങ്ങുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോടൊപ്പം അദ്ദേഹത്തിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങ് എത്ര സിനിമകളിൽ പാട്ടെഴുതിയിട്ടുണ്ടെന്ന്. അല്ലാതെ അദ്ദേഹത്തിനെ എൻ്റെ ഈ അരികിലേക്ക്, എൻ്റെ ഈ വേദിയിലേക്ക്, നമ്മുടെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നതിന് മുമ്പ് മറ്റൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായും അല്ലയോ ചിറമംഗലം ശിവദാസ്, അങ്ങേക്ക് ഞങ്ങളുടെ അതീന്ദ്രിയത്തിൻ്റെ ഏറ്റവും പുതിയ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ചിറമംഗലം ശിവദാസ്, ഞാൻ മുഖവുരയിൽ പറഞ്ഞതുപോലെ എത്രയോ ചലച്ചിത്രങ്ങൾക്ക്, എത്രയോ മലയാള ചലച്ചിത്രങ്ങൾക്ക് ഗാനം രചിച്ചിരിക്കുന്ന ഒരു സാത്വികനും സാധാരണക്കാരനുമായി നമ്മുടെ ഇന്നത്തെ അതിഥി. സ്വാഭാവികമായിട്ടും നമുക്ക് വളരെ താല്പര്യമുള്ള ഒരു വിഷയമാണ് സർ സിനിമ. അതുകൊണ്ട് മറ്റ് എപ്പിസോഡുകളിൽ നിന്നും വ്യത്യസ്തമായി അങ്ങയിൽ നിന്നും അങ്ങയെക്കുറിച്ചറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അങ്ങ് ഇതിനകം എത്ര സിനിമയ്ക്ക് പാട്ട് എഴുതിയിട്ടുണ്ട് സർ? അതായത് ഞാൻ വളരെ ചെറുപ്പം മുതൽ തന്നെ സിനിമാ ഗാനരചയിതാവായതാണ്. അതായത് ഒരു 10-13 വയസ്സിലൊക്കെ. അതൊരു റെക്കോർഡാണ്. പക്ഷേ എനിക്ക് ഇങ്ങനെ സിനിമാ ഗാനം മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് സിനിമയ്ക്ക് പാട്ട് എഴുതണം എന്നുള്ള താല്പര്യവും ഉണ്ടായിരുന്നില്ല. കാരണം നോവലിസ്റ്റ് സി രാധാകൃഷ്ണൻ സാറ് എൻ്റെ പരിചയക്കാരനാണ്. അവരൊരു മാഗസിൻ നടത്തിയിരുന്നു, മാസിക. അപ്പോൾ പൊരുൾ എന്ന് പറഞ്ഞിട്ട് അതിൽ ഞാനിങ്ങനെ ഈ കവിതകളൊക്കെ എഴുതുമായിരുന്നു. അപ്പോൾ അവർ മൂലമാണ് ഞാൻ സിനിമാ രംഗത്ത് പ്രവേശിക്കാൻ കാരണം. പിന്നെ അത് മാത്രമല്ല, ഞാനത് വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എനിക്കതിൽ പ്രത്യേകിച്ച് ഒരു താല്പര്യം എടുക്കാനോ മദ്രാസിൽ പോയി താമസിക്കാനോ അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ അങ്ങയുടെ ഒന്നാമത്തെ സിനിമ പുഷ്യരാഗം എന്ന് പറഞ്ഞു. അതെ അതെ അതെ. അങ്ങയിൽ നിന്നും ഒരു 2 വരി കേൾക്കാൻ താല്പര്യമുണ്ട് സർ. മറ്റെല്ലാ എപ്പിസോഡിൽ നിന്നും വ്യത്യസ്തമാണ്. അതെ 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 അതെ. അതിലെ ആദ്യത്തെ പാട്ട്, അതായത് യേശുദാസാണ് എൻ്റെ ആദ്യത്തെ പാട്ടായി പാടിയത്. ആ പാട്ട് മുന്തിരിത്തേനൊഴുകും സാരംഗമേ എൻ്റെ നന്ദനാരാമത്തിൻ സൗന്ദര്യമേ
കനകപ്രഭാവതികൾ നിരന്നു നിന്നു നിന്നിൽ കൈകൊട്ടിപ്പാട്ടിൻ്റെ കനവുണർന്നു. ഇതിനൊക്കെ എത്ര സിനിമയ്ക്ക് അങ്ങ്? അതായത് ഒരു 10ഓളം സിനിമകൾക്ക്. പക്ഷെ ഇതിൽ നിന്നും വേറിട്ട് മറ്റു ഭക്തിഗാനങ്ങൾ രചിക്കുന്നതിലും താല്പര്യമാണല്ലോ. അതെ, അതിലാണ് കൂടുതൽ താല്പര്യം ഭക്തിഗാനങ്ങൾ രചിക്കുന്നതിലാണ്. അപ്പം അത് ഈ നമ്മുടെ ഈ അതീന്ദ്രിയം എന്ന ഈ പരിപാടിയുമായിട്ട് അങ്ങേയറ്റം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ വെച്ചാൽ, ഈ പരിപാടിക്ക് അതീന്ദ്രിയം എന്നാണ് പേരെന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്ദ്രിയപരമാണ്. കാരണം ഞാൻ അനുഭവിച്ച കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും സാർ, അങ്ങ് അനുഭവിച്ച ഈ അങ്ങക്ക് ഇന്ദ്രിയത്തിനപ്പുറത്തല്ല, അങ്ങേക്ക് ഇന്ദ്രിയത്തിനകത്താണെന്നാണ് അങ്ങ് ഉദ്ദേശിച്ചത്. പക്ഷെ എന്നാൽ അങ്ങ് ഈ പരിപാടിയിലേക്ക് കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ അങ്ങയുടെ ഇന്ദ്രിയ ബന്ധിതമായ ഈ അനുഭവം പറയാൻ തയ്യാറെടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരിപാടിയുടെ സാധ്യതയെക്കുറിച്ച് സാർ, അതിനു മുന്നേ ഒന്നുകൂടെ ഞാൻ പറയാം. ഈ പ്രോഗ്രാമിലേക്ക്, ഈ അതീന്ദ്രിയത്തിലേക്ക് ഞങ്ങൾ ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ നിന്നും വ്യത്യസ്ത മേഖലകളിൽ നിന്നും അതീന്ദ്രിയമായ അനുഭവമുള്ള ആളുകളെ കൊണ്ടുവരുന്നുണ്ട്, വ്യക്തികളെ കൊണ്ടുവരുന്നുണ്ട്, അതിഥികളെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ ഈ പരിപാടി, ഈ അതീന്ദ്രിയം എന്ന് പറയുന്ന ഈ പരിപാടിയുടെ സാധ്യതയെക്കുറിച്ചൊരു ഗാനരചയിതാവെന്ന നിലയിൽ അങ്ങയിൽ നിന്നും അറിയാൻ എനിക്ക് താല്പര്യമുണ്ട് സാർ. തീർച്ചയായിട്ടും. കാരണം ഇതിനെപ്പറ്റി വിശദീകരിക്കാനും എനിക്ക് താല്പര്യമുണ്ട്. അതെന്താ കാര്യം വെച്ചാലും, അതായത് ദൈവം ഉണ്ടോ ഇല്ലയോ, നമുക്ക് അതായത് ഭൗതികമായിട്ട് നമുക്കറിയാത്ത കാര്യങ്ങൾ നിലവിലുണ്ടോ എന്നത് ആദ്യകാലം മുതൽ ഇന്ന് വരെ നിലനിൽക്കുന്ന ഒരു സമസ്യയാണ്. അപ്പോൾ ശാസ്ത്രം പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഈ സങ്കല്പം നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ കാറ്റുപോലെ, കാറ്റ് നമ്മൾ ഉണരേണ്ടതാണ്. അത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല, അത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞതുപോലെ ഓരോ വ്യക്തിയും ഈ അതീന്ദ്രിയപരമായ കാര്യങ്ങൾ അവർക്ക് അനുഭവപ്പെടുമ്പോഴാണ് ഇത് സത്യമാണ് എന്ന കാര്യം. എനിക്ക് തോന്നുന്നു അങ്ങ് പറയുന്നത് വളരെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വ്യക്തികളിൽ ഒതുങ്ങി നിൽക്കുന്ന ഈ അതീന്ദ്രിയമായ അനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിന്റെ ആവശ്യകത ഉണ്ട് എന്നാണ് അങ്ങ് പറയുന്നത്. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതീന്ദ്രിയം അല്ല, ഇന്ദ്രിയപരാണ്. എന്തായാലും ഈ നമ്മുടെ ചെറമംഗലം ശിവദാസ് വിചാരിച്ചു പോരുന്ന അതീന്ദ്രിയം അല്ലാത്ത ഇന്ദ്രിയപരം തന്നെയായ ഈ സംഭവങ്ങൾ, അദ്ദേഹം അത് ഇന്ദ്രിയപരം, ഇന്ദ്രിയ ബന്ധിതം എന്ന് പറയുന്നുവെങ്കിലും ഞങ്ങൾ ഇതിന് അതീന്ദ്രിയം എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. പക്ഷെ സാർ, തീർച്ചയായിട്ടും ഈ പ്രോഗ്രാമിൻ്റെ ആവശ്യകതയും ഇതിൻ്റെ സാധുതയും അംഗീകരിച്ച ചിറമംഗലം ശിവദാസ് അങ്ങയ്ക്ക് ഞങ്ങൾ വളരെ വളരെ ആദ്യം തന്നെ നന്ദി പറയുക. തീർച്ചയായിട്ടും ഈ ചിറമംഗലം ശിവദാസിന് അദ്ദേഹത്തിൻ്റെതായ അതീന്ദ്രിയ അനുഭവങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കാനുണ്ട്. അതിന് അദ്ദേഹം തയ്യാറായാണ് വന്നിരിക്കുന്നത്. മലയാള ചലച്ചിത്രത്തിലും അല്ലെങ്കിൽ മലയാള ഭക്തിഗാന മേഖലയിലും ഏതാണ്ട് 1000-ലധികം പാട്ടുകൾ ഇതിനകം എഴുതിക്കഴിഞ്ഞ ചിറമംഗലം ശിവദാസ് നമ്മോടൊപ്പം അദ്ദേഹത്തിൻ്റെ അതീന്ദ്രിയ അനുഭവം, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ അതീന്ദ്രിയമല്ലാത്ത ഇന്ദ്രിയ ബന്ധിതമായ അനുഭവങ്ങൾ പറയാനാണ് ഈ വേദി പങ്കിടുന്നത്. തീർച്ചയായിട്ടും ശിവദാസ്, അങ്ങേക്കുണ്ടായിരിക്കുന്ന ഈ അതീന്ദ്രിയ അനുഭവങ്ങൾ തീർച്ചയായിട്ടും നമ്മോട് പങ്കുവയ്ക്കാം. അത് അങ്ങ് കാണുന്ന അതേ അർത്ഥത്തിൽ തന്നെയാണ്, അതേ വികാരത്തിലും അതേ വിചാരത്തിലും തന്നെയാണ് പ്രിയ പ്രേക്ഷകരും ഉൾക്കൊള്ളുന്നതും കാണുന്നതും. അങ്ങേ അറിയാൻ, ആദരിക്കാൻ, അംഗീകരിക്കാൻ ഈ പ്രേക്ഷകർ സദാ ഒരുങ്ങിയിരിക്കുകയാണ്. എന്താണ് ശിവദാസ് അങ്ങേക്കുണ്ടായിരിക്കുന്ന ഈ അതീന്ദ്രിയമായ അനുഭവങ്ങൾ? ഒരിക്കൽ രാത്രി റെക്കോർഡിംഗ് കഴിഞ്ഞ് ഞാനും സംഗീത സംവിധായകൻ ശാസ്തമംഗലം ജയചന്ദ്രൻ അവരും കൂടെ തിരിച്ചു വരികയാണ്. ഈ ശാസ്തമംഗലം ജയചന്ദ്രൻ എന്ന് പറയുന്ന ഈ സംഗീത സംവിധായകൻ സംഗീതത്തിൽ വളരെ മിടുക്കനാണ്, പെട്ടെന്ന് ട്യൂണിടും. പക്ഷേ ബൈക്ക് ഓട്ടുന്നതിൽ അത്ര പോരാ, അവിദഗ്ധനാണ്. ആയുടെ ബൈക്ക് എടുത്തിട്ടേ ഉള്ളൂ. ഞാൻ ഈ PMG ഹനുമാൻ കോവിലിൽ ഒരു നിത്യഭക്തനാണ്. തിരുവനന്തപുരത്തെ എല്ലാ ദിവസവും ആ ക്ഷേത്രത്തിൽ പോവും. ഹനുമാന്റെ ഭക്തനാണ് പ്രത്യേകിച്ച്. മറ്റൊന്ന്, ഹനുമാൻ എന്നെ പോലെ അവിവാഹിതനാണ്, അതും ഒരു കാരണമാണ് ഭക്തനാവാൻ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ തിരിച്ചു വരികയാണ്. ബൈക്ക് ഓടിക്കുന്നത് ജയചന്ദ്രനാണ്. ഹനുമാൻ കോവിലിൻ്റെ മുന്നിലൊരു ജംഗ്ഷൻ ഉണ്ടല്ലോ,
ആ ജംഗ്ഷനിൽ ഈ ബൈക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിൽ റെഡ് ലൈറ്റ് വന്നു. പക്ഷേ പുള്ളി ഒരു ധൃതി പിടിച്ച ആളാണ്, മ്യൂസിക് ഡയറക്ടറെ. പുള്ളി പെട്ടെന്ന് അതങ്ങ് മുന്നോട്ടെടുത്തു, വണ്ടി എടുത്തു. പെട്ടെന്ന് മറുവശത്തുനിന്ന് അവർക്ക് സിഗ്നൽ കിട്ടിയിട്ടുണ്ട്, അതിവേഗത്തിൽ വന്ന് ഇടിച്ചു, എൻ്റെ കാല് തകർന്നു എന്ന് ഉറപ്പാണ്. പക്ഷേ നേരത്തെ വന്ന ഈ അവസ്ഥയിൽ നിന്ന് 10 മടങ്ങ് വേഗത്തിൽ ആരോ തള്ളിവിട്ടതുപോലെ, വായുവിൽ തള്ളിവിട്ടതുപോലെ ഈ ബൈക്ക് അങ്ങ് പോവുകയാണ്. 10 മടങ്ങ് വേഗത്തിൽ. ആര് തള്ളിവിട്ടു എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഒരു പോറൽ പോലും തട്ടാതെ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇന്ന് ഞാൻ വികലാംഗനോ അല്ലെങ്കിൽ കഥാവശേഷണമാണ്, ഇതുറപ്പാണ്. ഞാൻ മനസ്സുകൊണ്ട് ഹനുമാനെ വിളിച്ചു പോയി ആ സമയത്ത്. ഇത് ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു കാര്യമാണ്. ആ സമയത്ത് ആ ബൈക്ക് ആര് തള്ളിവിട്ടു, അതിന് അഭൂതപൂർവമായിട്ടുള്ള ആ വേഗം എങ്ങനെ വന്നു എന്നത് അനുഭവിച്ചപ്പം അതേവരെ ഉണ്ടായിട്ടുള്ളൊരു നമ്മളൊരു പരമാനന്ദം എന്നൊക്കെ പറയുമല്ലോ. ആനന്ദം എന്നത് ജീവിതത്തിൽ ഭൗതികമായിട്ട് വരുന്ന കാര്യമാണ്. ഈ പരമാനന്ദം എന്ന് പറയുന്നത് ആ ഒരു സെക്കൻഡിൽ ഞാൻ അനുഭവിച്ചു. നമ്മുടെ ഋഷിപുങ്കവന്മാർ പറഞ്ഞിട്ടുള്ള കാര്യം ഇതായിരിക്കാം. പക്ഷെ പിന്നീട് അത് വർണ്ണിക്കാൻ പറ്റില്ല. വർണ്ണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് ഭൗതികമായിട്ടുള്ള കാര്യമേ അല്ല. അത് നമ്മൾ അനുഭവിച്ചറിയേണ്ട കാര്യമാണ്. ഈ അങ്ങ് വിശ്വസിക്കുന്ന ഹനുമാനെ പോലെ അല്ലെങ്കിൽ ഭഗവാൻ ആഞ്ജനേയനെ പോലെ തന്നെ അവിവാഹിതനായി തുടരുന്ന അങ്ങ് തന്നെ പറഞ്ഞതാണ്, അങ്ങയുടെ വാക്കുകൾ തന്നെ ഞാൻ കടമെടുത്തതാണ്. ആ ആഞ്ജനേയനിൽ, ആ ഹനുമാനിൽ, ആ ദേവനിൽ ഇത്രയും വലിയ അർപ്പണം നടത്തിയത് കൊണ്ടാണോ അങ്ങ് ആ ആക്സിഡന്റിൽ നിന്നും രക്ഷപ്പെട്ടത് എന്ന് ഞാൻ ചോദിച്ചാൽ അങ്ങ് എന്തായിരിക്കും ഉത്തരം നൽകുക? തീർച്ചയായും അതെ എന്ന് പറയും. അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചിരിക്കാൻ ഒരു സാധ്യതയും ഇല്ല. കാരണം തീർച്ചയായും ആ ആക്സിഡന്റ് അവിടെ നടക്കേണ്ടതാണ്. അതിൽ മുഖ്യമായിട്ടും എനിക്കാണ് ബാധിപ്പ് വരേണ്ടത്. സർ, ബ്രഹ്മത്തിലോ പരബ്രഹ്മത്തിലോ പോലും വിശ്വസിക്കാത്ത ആരെങ്കിലും, ഒരു സാധാരണ ഈശ്വരനിൽ മാത്രമല്ല വിശ്വസിക്കാത്ത ആരെങ്കിലും എന്ന് വെച്ചാൽ, ഞാൻ ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു നിരീശ്വരവാദി ഈ അങ്ങയുടെ വിവേകം നിറഞ്ഞ ഈ വർണ്ണനയെ തള്ളിക്കളയാൻ തയ്യാറായാൽ, ഹേ ചിറമംഗലം ശിവദാസ്, അങ്ങ് എങ്ങനെയാണ് ഇതിനെ നേരിടുക? അത് ആ പുള്ളിക്ക് ഇങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടാവുമ്പം താനേ മനസ്സിലാവും. തീർച്ചയായും മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് പറഞ്ഞു വിശ്വസിപ്പിക്കേണ്ട ഒരു കാര്യമല്ല. ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കണമെന്നില്ല. ഞാൻ അനുഭവിച്ച കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് അതീന്ദ്രിയപരമായിട്ടല്ല, ഇന്ദ്രിയപരമായിട്ട് അനുഭവപ്പെട്ട കാര്യം പറഞ്ഞു. ഇതേമാതിരി അനുഭവം വരുമ്പോൾ ആ വ്യക്തിക്ക് അപ്പോഴേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ അതീന്ദ്രിയത്തിന്റെ മറ്റെല്ലാ എപ്പിസോഡുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായതും രസാവഹമായതുമായ ഒരു എപ്പിസോഡിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നാം നമ്മുടെ ഈ പ്രോഗ്രാമിന് നാമകരണം ചെയ്തിരിക്കുന്നത് പോലെ അതീന്ദ്രിയം, അതിൽ നിന്നും വ്യത്യസ്തമായി, ഇത് അതീന്ദ്രിയമല്ല, തനിക്കുണ്ടായിരിക്കുന്ന അനുഭവം തീർച്ചയായിട്ടും ഇന്ദ്രിയ ബന്ധിതമാണ് എന്ന് പറയാനാണ് ചിറമംഗലം ശിവദാസിന് താല്പര്യം. ഞാൻ പറയുന്നു, ശിവദാസ്, അങ്ങ് ഒരു ഈശ്വര വിശ്വാസിയാണ്, ഈശ്വര ഭക്തനാണ്, ആഞ്ജനേയ ഭക്തനാണ്, ഒക്കെ തന്നെയാണ്. പക്ഷേ ഹേ ശിവദാസ്, അങ്ങയെ ക്ഷമിക്കണം, ഞാൻ ഒരു പക്ഷേ ആരുടെയെങ്കിലും വികാരത്തെയോ വിചാരത്തെയോ വ്രണപ്പെടുത്താനോ അങ്ങയെ മുറിപ്പാടുണ്ടാക്കാനോ അല്ല ശ്രമിക്കുന്നത്. പക്ഷെ ആരെങ്കിലും അങ്ങയോട് അങ്ങയെ ഒരു അന്ധവിശ്വാസി എന്ന് വിളിച്ചാൽ, ക്ഷമിക്കണം സാർ, എനിക്ക് താല്പര്യമില്ല, പക്ഷേ അങ്ങയെ ആരെങ്കിലും അന്ധവിശ്വാസി എന്ന് വിളിച്ചാൽ അങ്ങ് എങ്ങനെ പ്രതികരിക്കും സാർ? ഒരാക്ഷേപം ഉണ്ടാവില്ല, വളരെ സന്തോഷമായിരിക്കും. കാരണം ഞാൻ അനുഭവിച്ച കാര്യം ഞാൻ പറഞ്ഞു. അത് മറ്റൊരു വ്യക്തിക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. അതായത് ഒരു സത്യം പറയുമ്പം മറ്റുള്ളവരത് വിശ്വസിക്കണം എന്നുള്ള നിലയിൽ പറയേണ്ട ആവശ്യമില്ല. സത്യം സത്യം തന്നെയാണ്. ഇത് നമ്മളെ കൺമുമ്പിലുള്ളൊരു കാര്യമാണ്. ഇവിടെ ചിറമംഗലം ശിവദാസ് എന്ന് പറയുന്ന ഗാനരചയിതാവ് അനുഭവിച്ചിരിക്കുന്ന ഒരു മഹാസുഖത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ ഞാൻ വീണ്ടും, അതായത് ആവർത്തിച്ച് കടമെടുത്താൽ, ഇത് മറ്റൊരാളിനെയും ബോധ്യപ്പെടുത്താനല്ല മിസ്റ്റർ, അല്ലേ? അതെ, എന്നാണ് ശിവദാസ് പറയുന്നത്. തീർച്ചയായിട്ടും ശിവദാസിന്റെ ഈ ഭക്തി, ഒരുപക്ഷെ അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ അംഗഭംഗം സംഭവിച്ച്, അല്ലെങ്കിൽ ജീവൻ പോലും ഈ കാണുന്ന ഈ ശരീരത്തിൽ നിന്നും
ആ ശിവാവസ്ഥ, ജീവാവസ്ഥ, പ്രാണന്റെ അവസ്ഥ പോലും പുറത്തു പോയി അദ്ദേഹം, ക്ഷമിക്കണം സാർ, അദ്ദേഹം ശവമായി മാറാമായിരുന്ന ഒരു മഹാ അവസ്ഥയിൽ നിന്നും തന്നെ തിരിച്ചു കൊണ്ടുവന്നത് സാക്ഷാൽ എൻ്റെ ഈശ്വരനാണെന്ന് അങ്ങ് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഇവിടുത്തെ ഈശ്വര വിശ്വാസികൾ മുഴുവൻ അങ്ങയെ ഓർത്ത് അഭിമാനം കൊള്ളും സാർ. തീർച്ചയായിട്ടും ഇവിടെ ഇന്ദ്രിയ ബന്ധിതമായി നിൽക്കുന്ന ചെറമംഗലം ശിവദാസിൻ്റെ ഈ നല്ല അനുഭവം ഇതിനെ തള്ളിക്കളയാം സാർ. ഇതിനെ വേണമെങ്കിൽ തീർച്ചയായിട്ടും തള്ളിക്കളയാം. അങ്ങ് തന്നെ അങ്ങയുടെ മുഖവരയിൽ സൂചിപ്പിച്ചതുപോലെ എൻ്റെ വിശ്വാസം ഒരു ശാസ്ത്രത്തിൻ്റെയും അളവുകോൽ വെച്ച് അളക്കാൻ പറ്റില്ല എന്നാണ് അങ്ങ് അർത്ഥമാക്കിയത്. എൻ്റെ വിശ്വാസം, എൻ്റെ സുഖം എന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്നാണ് അങ്ങ് പറഞ്ഞത്. തീർച്ചയായിട്ടും ശിവദാസ്, അങ്ങയിൽ നിന്നും അങ്ങയുടെ അടുത്ത അനുഭവം അറിയാൻ എനിക്ക് താല്പര്യമുണ്ട് സാർ. അതായത് ഒരിക്കൽ ഞാൻ ഉള്ളൂർ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൊഴാൻ പോയി. ഞാൻ ഈ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാസറ്റും സീഡികളൊക്കെയാണ് കൂടുതൽ ഇറക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് കാരണം ക്ഷേത്രങ്ങൾ തോറും പോവും. അങ്ങനെ ഇരിക്കുമ്പോൾ തൊഴുത് തിരിച്ചു വന്നപ്പം ഒരു ജ്യോത്സ്യൻ്റെ വീട്ടിലേക്ക് കടന്ന് ജ്യോത്സ്യം നോക്കിയാൽ എന്താണെന്ന് ഒരു ആലോചന. ഞാൻ സാധാരണ ജ്യോത്സ്യം നോക്കാറില്ല. മറ്റൊന്ന്, അവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ആ ദിവസം ജ്യോത്സ്യൻ അവിടെ ഉണ്ടായിരിക്കില്ല എന്ന്. അതും ഞാൻ ശ്രദ്ധിച്ചില്ല. അങ്ങ് കടന്നു. അവിടെ കെട്ടിയിട്ടിരുന്ന പട്ടി ഓടി വന്ന് എന്നെ കടിച്ച് എനിക്ക് വളരെ പ്രയാസമായി. കാരണം ഭഗവാനെ തൊഴുതിട്ട് വന്നതാണ്. എന്നിട്ട് ഇങ്ങനെ ഒരു വിപരീത ഫലമാണല്ലോ ഉണ്ടായതെന്ന് മനസ്സ് വളരെ വിഷമിച്ചു. പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. എന്താണ് ഉദ്ദേശം എന്ന് വെച്ചാൽ, ഞാൻ നിരന്തരം പുകവലിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. പുകവലി നിർത്തണം എന്ന ആഗ്രഹം എനിക്കുണ്ട്, പക്ഷേ പറ്റുന്നില്ല. ഈ പട്ടി കടിച്ചു പോയ സമയത്ത് ആദ്യം ഡോക്ടർ പറഞ്ഞത് പുകവലിക്കാൻ പാടില്ല, മദ്യപിക്കരുത് എന്നൊക്കെയാണ് പറഞ്ഞത്. മദ്യപാനം നേരത്തെ ഇല്ല. ഈ പുകവലി അതോട് കൂടിയിട്ട് പിന്നെ ഞാൻ പുക വലിച്ചിട്ടില്ല, നിർത്തി. ഇത് ഇങ്ങനെയുള്ളൊരു എന്നെ ഗ്രസിച്ചിരുന്ന ഒരു രോഗം, മഹാരോഗം എന്ന് തന്നെ പറയാം, അത് ഈ ഒരു അനുഭവത്തിൽ നിന്നാണ് ഇല്ലാതെയായത്. അപ്പം ഞാൻ മനസ്സുകൊണ്ട് ആ ഭഗവാനും എന്തിന് ആ പട്ടിക്ക് പോലും പിന്നീട് ഞാനൊരു പ്രസൻറ്റ് വാങ്ങിക്കൊടുത്തു കടിച്ചതിന്. ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ആ ഭഗവാൻ പറഞ്ഞയച്ചത് തന്നെയാണ് ഈ പട്ടിയെ കടിക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെ വെച്ചാൽ, നളനെ കാർക്കോടകൻ കടിച്ചത് ആ കലി വിട്ടുമാറാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നളനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല. കലി വിട്ടുപോകണം. അല്ല, നളനും ഞാനും തമ്മിലൊരു താരതമ്യം ഉണ്ടെന്നല്ല എൻ്റെ അർത്ഥം. താരതമ്യപ്പെടുത്താൻ പറ്റില്ല. ആ ഉദ്ദേശമില്ല, ആ ഒരു ദുരുദ്ദേശമില്ല കേട്ടോ. പക്ഷേ പറഞ്ഞു, തീർച്ചയായിട്ടും അങ്ങനെ ഞാൻ അഭിനവ നളൻ എന്ന് തന്നെ വിളിക്കാം. ഇവിടെ അങ്ങയിലേക്ക് വന്നിരിക്കുന്ന ഈശ്വരാംശത്തിന്റെ, ഈശ്വര ചൈതന്യത്തിന്റെ, ഈശ്വര തേജസ്സിന്റെ ഒരു ഇടപെടൽ അല്ലേ? അതെ, തീർച്ചയായും. അത് ഭഗവാനാൽ നിയോഗിക്കപ്പെട്ട പട്ടി തന്നെയാണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. കാരണം 1-2 കാര്യങ്ങൾ. ഞാൻ അപ്പോൾ ആ വീട്ടിലേക്ക് പോകേണ്ട യാതൊരു ആവശ്യവും ഇല്ല. എനിക്ക് ജ്യോത്സ്യത്തിൽ വിശ്വാസമുള്ള ഒരാളും അല്ല. ഞാൻ ജ്യോത്സ്യന്മാരെ കാണാറില്ല. കാരണം അത് തൊഴിലായിട്ട് എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ധാരാളം പേര് അങ്ങനെ ഉണ്ടായിരിക്കുമ്പം നമ്മുടെ വഴിയിൽ പോകുന്നതാണ് ശരിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നേരത്തെ പറഞ്ഞല്ലോ, ഇതെല്ലാം പറഞ്ഞത് ഈശ്വരനിൽ വിശ്വാസം വേണം, അതീന്ദ്രിയത്തിൽ വിശ്വാസം വേണം എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. എൻ്റെ അനുഭവം പറഞ്ഞു. എനിക്ക് ഈശ്വരനിൽ വിശ്വാസം ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. ഞാൻ ആരംഭത്തിൽ തീർത്തും നിരീശ്വരവാദിയായിരുന്നു. പക്ഷേ അനുഭവങ്ങളാണ് നമ്മളെ ഒരു കാര്യം വിശ്വസിപ്പിക്കുന്നതും വിശ്വസിപ്പിക്കാതിരിക്കുന്നതും. ആ അനുഭവം വരണമെങ്കിൽ, അതായത് ഇപ്പോൾ ഇങ്ങനെയുള്ള അതീന്ദ്രിയപരമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് വേണമെങ്കിൽ മാനസികമായിട്ട് നമ്മൾ ഉയരണം. സർ, അങ്ങ് ഈ 2 വിഷയങ്ങളെയും അതീന്ദ്രിയമായി കാണാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിലും ഈ പ്രോഗ്രാമിന് വേണ്ടുന്ന ഗവേഷണമെന്ന് അർത്ഥമാക്കുന്നില്ല സാർ. ഇതിന് വേണ്ടുന്ന നിരീക്ഷണങ്ങൾ നടത്തി വരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തീർച്ചയായിട്ടും ഞാൻ അങ്ങയുടെ ഈ 2 അനുഭവങ്ങളെയും അതീന്ദ്രിയം എന്ന് തന്നെ വിളിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. കാരണം എവിടെ നിന്നോ ഇന്ദ്രിയങ്ങൾക്കപ്പുറത്തായി, പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തായി എവിടെ നിന്നോ വന്നെത്തിയ ഒരു ശക്തി വിശേഷം, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും കാഴ്ചപ്പുറത്തിനും അപ്പുറത്തായി വന്നെത്തിയ ഒരു ശക്തി വിശേഷം, ഒരു പ്രതിഭാസമാണ് അങ്ങയെ ഇപ്പോഴും വിശ്വസിക്കുന്നു ഈശ്വരനാണെന്ന്. ഒരുപക്ഷെ ഒരു ഈശ്വര വിശ്വാസി അല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾ വിശ്വസിക്കില്ലാതിരിക്കാം.
പക്ഷെ എവിടെ നിന്നോ വന്നെത്തിയ, ഞാൻ പറഞ്ഞതുപോലെ ഞാൻ പിന്നോക്കം പോയി പറയുകയാണ്, എവിടെ നിന്നോ വന്നെത്തിയ ആ ശക്തി വിശേഷം അതീന്ദ്രിയം, ഇന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള ആ ശക്തി തേജസ് അങ്ങയെ ഒന്നാം വട്ടം രക്ഷിച്ചിരിക്കുന്നു. അങ്ങയുടെ ജീവന് രണ്ടാം വട്ടം അങ്ങ് കരുതുന്നത് പോലെ അങ്ങ് തന്നെ ഒരു മാറാ രോഗമെന്ന് പറഞ്ഞിരുന്ന അങ്ങയുടെ നിരന്തരമായ പുകവലി പ്രത്യേക സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അല്ലെ, എവിടെ നിന്ന് ഒരു ശക്തി ഇടപെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ചെറമംഗലം, ഞങ്ങൾ ഇതിനെ അങ്ങെന്തു പറഞ്ഞാലും ഞങ്ങൾ ഇതിനെ അതീന്ദ്രിയം 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 എന്ന് വിളിക്കാൻ തന്നെയാണ് താല്പര്യപ്പെടുന്നത്. ഇവിടെ ശിവദാസിന്റെ അനുഭവങ്ങൾ ഈശ്വര ബന്ധിതമായി നിലനിൽക്കുമ്പോൾ അങ്ങയുടെ അനുഭവങ്ങളിലേക്കല്ല ഞാൻ വരാൻ ശ്രമിക്കുന്നത്. പക്ഷേ അങ്ങ് ഈശ്വരനിൽ തന്നെ ഉറച്ച് വിശ്വസിക്കുകയും, പണ്ടങ്ങ് ഏതോ ഒരു കാലത്ത് നിരീശ്വരവാദിയാണെന്ന് പറയുന്നുണ്ട്, ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് താല്പര്യമില്ല. ഞങ്ങൾ അങ്ങയുടെ പൂർവാശ്രമമായി മാത്രമാണ് ആ നിരീശ്വരവാദത്തെ കാണുന്നത് ശിവദാസ്. പക്ഷെ ഇപ്പോൾ അങ്ങയോട് ഒരു ഈശ്വര വിശ്വാസി എന്ന നിലയിൽ ഞാൻ ചോദിക്കുന്നത്, അങ്ങയുടെ മറ്റ് അതീന്ദ്രിയമോ ഇന്ദ്രിയമോ ഇന്ദ്രിയ ബന്ധിതവുമായ ഒരു വിഷയവും താല്പര്യമില്ല എനിക്ക്. പക്ഷെ അങ്ങൊരു ഈശ്വര വിശ്വാസി എന്ന നിലയിൽ ഞാൻ ഒരു കാര്യം എൻ്റെ ഈശ്വര വിശ്വാസികളായ ഭൂരിപക്ഷം വരുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ചോദിക്കുന്ന, ഒരു ഈശ്വര വിശ്വാസിയായ അങ്ങയോട് ചോദിക്കുന്നത്, ഈശ്വരനെ ജപിക്കുകയും തപിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്ന ചെറമംഗലം ശിവദാസനോട് ചോദിക്കുന്നത്, ഞാൻ അങ്ങയോട് ചോദിക്കുമ്പോഴും അങ്ങയുടെ നെറ്റിയിൽ അണിഞ്ഞിരിക്കുന്ന ആ ചന്ദനക്കുറി ഞാൻ കാണുന്നുണ്ട് സാർ. ഞാൻ ചോദിക്കുന്നത്, ഈശ്വരനെ അർഹമായ വിധം വിളിച്ചാൽ, അപേക്ഷിച്ചാൽ ഈശ്വരൻ അർഹമായത് നൽകും എന്ന് അങ്ങക്ക് തറപ്പിച്ച് പറയാൻ കഴിയുമോ എന്നാണ്. തീർത്തും ഉറപ്പിച്ച് പറയാൻ കഴിയും. തീർത്തും ഉറപ്പിച്ച് പറയാൻ കഴിയുമെന്ന് വെച്ചാൽ അതെങ്ങനെയെന്നാൽ, അതായത് ഒരാളുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും, പ്രധാനപ്പെട്ട സംഭവങ്ങളും, ആ വ്യക്തി കടന്നു പോകുന്ന വഴിത്താരകളും നേരത്തെ ഈശ്വരനാൽ നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ അങ്ങക്ക് അത് വിധി എന്ന് പറയാം. ഇല്ല, ഇതിൽ വേറൊരു കാര്യമുണ്ട്. അതായത് വിധി എന്നത് ഒന്നുണ്ട്. ഇപ്പോൾ മാർക്കാണ്ഡയൻ്റെ കഥ കേട്ടിട്ടുണ്ട്. മാർക്കാണ്ഡയൻ്റെ വിധി എന്താണ്? ആ ചെറുപ്രായത്തിൽ മരിച്ചു പോകണമെന്നത് ആണ് വിധി. പക്ഷേ ആ മരണത്തെ മറികടന്നു ഈശ്വരഭക്തി കാരണം. പരമശിവനിൽ വിശ്വസിച്ചു. പരമശിവനെ ചെന്ന് ആശ്രയിച്ചത് കാരണം മരണത്തെ പോലും അതിജീവിച്ചു. ഇതിലിരുന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഈശ്വര ഭജനം കൊണ്ട് നമുക്ക് വരാവുന്ന ഈ ദുഷ്കർമ്മങ്ങൾ, അതായത് ഈ ദുഷ്കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ജന്മജന്മങ്ങളായിട്ട് ഒരു ആത്മാവ് അനുഭവിച്ചിട്ട് വരുന്ന ദുഷ്കർമ്മങ്ങളുടെ ഫലങ്ങളാണ് ആ വ്യക്തി അനുഭവിച്ചുകൊണ്ട്. അപ്പം അതിൽ നിന്ന് പോലും നമുക്ക് മുക്തി നേടാൻ പറ്റും ഭജനം കൊണ്ട്. അതായത് മാർക്കാണ്ഡയൻ വലിയ ശിവഭക്തനായിരുന്നു. നേരത്തെ നിശ്ചയിക്കപ്പെട്ടത് ആരാണ്? മാർക്കാണ്ഡയൻ മരിക്കണമെന്നത് ദൈവങ്ങളാലെ നിശ്ചയിക്കപ്പെട്ട കാര്യമാണ്. ആ ദൈവനിശ്ചയം പോലും മനുഷ്യന്റെ ഈശ്വര ഭജനം കൊണ്ട് മറികടക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ ഈശ്വര ശക്തിയുടെ ഈശ്വര ഭജനത്തിന്റെ ശക്തി എന്നത് അപാരത്തിൽ അപാരം എന്നേ പറയുള്ളൂ. എന്തായാലും ദൈവികമോ വൈദികമോ ആയ ഒരു പ്രമോഷൻ അല്ല സാർ ഈ അതീന്ദ്രിയം കൊണ്ട് ഞങ്ങൾ അർത്ഥമാക്കുന്നത്. എങ്കിൽ പോലും താങ്കൾ ഒരു സാധാരണ വ്യക്തിത്വത്തിൽ നിന്നും താങ്കളുടേതായ ചിന്താ മണ്ഡലത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ താങ്കളുടെ സ്വന്തം തത്വശാസ്ത്രവും അല്ലെങ്കിൽ തത്വശാസ്ത്ര ബന്ധിത വിചാരങ്ങളും നടത്തിപ്പോകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അങ്ങ് ഈശ്വരനിലേക്ക് ആഴത്തിൽ വിശ്വസിക്കുന്ന ഈ അവസ്ഥ, അല്ലെങ്കിൽ ഈശ്വരൻ അങ്ങയിലേക്ക് ആഴത്തിൽ ഇറങ്ങി വരുന്ന അവസ്ഥ, അങ്ങയുടെ വഴിത്താരയിലെ പ്രതിബന്ധങ്ങൾ എല്ലാം തന്നെ മാറ്റിക്കൊണ്ടുപോകുന്ന ഈശ്വരൻ്റെ മഹാചൈതന്യം ശിവദാസ്, തീർച്ചയായിട്ടും ചെറമംഗലം അങ്ങയുടെ ഈശ്വര ഭക്തിക്ക് മുന്നിൽ ഈ ഞങ്ങളുടെ അതീന്ദ്രിയത്തെക്കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു പതിവുള്ളത്. പക്ഷെ ഇപ്പോൾ അങ്ങയുടെ ഈശ്വര ഭക്തിക്ക് മുന്നിൽ തീർച്ചയായും ഒരു ഭക്തനെ വണങ്ങിയാൽ, ഒരു ഭക്തനെ പ്രണമിച്ചാൽ, ഒരു ഭക്തനെ നമസ്കരിച്ചാൽ പുണ്യം കിട്ടുമെന്ന ആ പഴമൊഴിയിൽ പിടിച്ചു നിന്നുകൊണ്ട് തന്നെ അങ്ങയുടെ ഈ ഈശ്വര ഭക്തിക്ക് മുന്നിൽ തീർച്ചയായിട്ടും ഞാനും എൻ്റെ കൂട്ടരും എൻ്റെ സഖാക്കളും പ്രണാമം അർപ്പിക്കുകയാണ് ശിവദാസ്.
ഇതുപോലെ മറ്റൊരതീന്ദ്രിയ അനുഭവമായി അടുത്ത ദിവസം മറ്റൊരതിഥിയോടൊപ്പം ഞാൻ വീണ്ടും വരും.